അല്ല, എനിക്ക് മനസ്സിലാക്കാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ BJP പ്രവർത്തകർക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു? അതും പോരാഞ്ഞ് പട്ടാളത്തിൽ വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന് തിരിച്ച് നാട്ടിലെത്തി സിനിമാ മേഖലയുമായി സഹകരിച്ച് നടക്കുന്ന മേജർ രവിക്ക് എന്തിൻ്റെ പ്രശ്നമായിരുന്നു? ഇതിൻ്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? പറഞ്ഞുതരാം. BJP പ്രവർത്തകരുടെയും മേജർ രവിയുടെയും ഒക്കെ കാറ്റൂരി വിട്ട ആ സംഭവത്തെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു തരാം. കാലം കാത്തുവയ്ക്കുന്ന ചില മറുപടികളുണ്ട്. എത്ര വലിയ കൊടുങ്കാറ്റിനെയും ഒരൊറ്റ വാക്കുകൊണ്ടില്ലാതാക്കുന്ന ചില മാസ് മറുപടികൾ. മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇപ്പോൾ നൽകിയിരിക്കുന്നതും അത്തരമൊരു മറുപടിയാണ്. കുറച്ചു കാലം മുൻപ് ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ അനുകൂലിച്ചതിൻ്റെ പേരിൽ വിസ്മയയ്ക്കെതിരെ ഉറഞ്ഞുതുള്ളിയ BJP സംഘപരിവാർ പ്രവർത്തകരും യാതൊരു ആവശ്യവുമില്ലാതെ ഇതിനിടയിൽ കയറി രക്ഷകർത്താവ് ചമഞ്ഞ സംവിധായകൻ മേജർ രവിയും ഇപ്പോൾ ശരിക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ്. കാരണം മറ്റൊന്നുമല്ല, അടുത്തിടെ പുറത്തു വന്ന വിസ്മയുടെ പുതിയൊരു അഭിമുഖം തന്നെയാണ് ഈ അനാവശ്യ ഉപദേശകരുടെ മണ്ടയ്ക്കേറ്റ ഏറ്റവും വലിയ പ്രഹരം. ഒരു കാര്യം ഉറപ്പാണ്, BJPക്കാരുടെ കാര്യം എന്താണെന്നറിയില്ല, പക്ഷേ മേജർ രവി ഒരിക്കലും വായിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അഭിമുഖമായിരിക്കും അത്. മനോരമ ഓൺലൈൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച വിസ്മയയുടെ ആ സ്പെഷ്യൽ സ്റ്റോറി വായിച്ചവരാരും ഈ പെൺകുട്ടിയെ ഇനി വെറുമൊരു താരപുത്രിയായി മാത്രം കാണില്ല. ഗലാട്ട പ്ലസിന് നൽകിയ ആദ്യത്തെ വിശദമായ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനോരമ ആ സ്റ്റോറി തയ്യാറാക്കിയിരിക്കുന്നത്. തൻ്റെ അരങ്ങേറ്റ സിനിമയായ തുടക്കത്തെക്കുറിച്ചും സ്വന്തം ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്ന കൂട്ടത്തിലാണ് വിസ്മയ ലോക കാര്യങ്ങളെക്കുറിച്ചും മുൻപ് നടന്ന വിവാദങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുന്നത്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ അനീതികളെക്കുറിച്ചും എത്ര വ്യക്തതയോടെയും അഗാധമായ പക്വതയോടെയുമാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് എന്ന് ആ അഭിമുഖം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. താൻ എടുത്ത നിലപാടിൽ തനിക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ലെന്നും ആ സമയത്ത് പ്രതികരിച്ചത് തികഞ്ഞ ബോധ്യത്തോടെ തന്നെയാണെന്നും വിസ്മയ വളരെ വ്യക്തമായി അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. മനസ്സിലായോ രവി സാറേ? ആ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞ വാക്കുകളിൽ തന്നെയുണ്ട് എല്ലാത്തിനുമുള്ള മറുപടി. വിസ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അനുകൂലമായി പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് വീട്ടിലാരും ഒന്നും പ്രതികരിച്ചില്ല. അതായത് വിസ്മയുടെ അച്ഛനോ അമ്മയോ ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അവർ ഒരു പോസ്റ്റ് ഇടുന്നത് പോലെയല്ല ഞാനൊരു പോസ്റ്റ് ഇടുന്നത് എന്ന്. അതായത് മോഹൻലാലിൻ്റെ മകളാണല്ലോ, അതുകൊണ്ട്. വിസ്മയ വീണ്ടും പറയുന്നു, ഞങ്ങളെ സ്വതന്ത്രരായിട്ടാണ് അച്ഛൻ വളർത്തിയത്. ഒന്നും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധം പിടിക്കാറില്ല. സ്വയം കണ്ടെത്താനാണ് അദ്ദേഹം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സ്വന്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കാനാണ് അദ്ദേഹം പറയാറുള്ളത്. ഇതിൽ കൂടുതൽ എന്താണ് മേജർ സാറേ അവർ പറയേണ്ടത്? ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ അർത്ഥതലമുണ്ട്. മോഹൻലാൽ എന്ന വലിയ മനുഷ്യൻ തൻ്റെ മക്കളെ എത്രത്തോളം സ്വതന്ത്രമായി ചിന്തിക്കാനാണ് വിട്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. സ്വന്തം അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ആരുടെ മുന്നിലും അടിയറവ് പറയാത്ത തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ഒരു പെൺകുട്ടിയാണ് താനെന്ന് വിസ്മയ തെളിയിച്ചു കഴിഞ്ഞു. ഡൽഹി ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിസ്മയ ചോദിച്ച ചോദ്യം ഭരണകൂടത്തിൻ്റെ നെഞ്ചിലായിരുന്നു തറച്ചത്. മോഹൻലാലിനും മകൾക്കുമെതിരെ സംഘപരിവാർ സൈബർ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും അവർ തികഞ്ഞ മൗനം പാലിച്ചു. അവിടെയാണ് ഒട്ടും ക്ഷണിക്കാത്ത സദ്യയ്ക്ക് വിളമ്പാൻ പോയ മേജർ രവിയുടെ അനാവശ്യ എൻട്രി ഉണ്ടാകുന്നത്. വിസ്മയ പറയാനുള്ളതെല്ലാം കൃത്യമായി ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ അഭിമുഖത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വിസ്മയ ഡൽഹി സമരത്തെക്കുറിച്ച് സംസാരിച്ചത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു, മറ്റാരും നിർബന്ധിച്ചിട്ടല്ല. തനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സുഹൃത്തുക്കളാണ് തനിക്കുള്ളത്. എല്ലാത്തിനും ഉപരിയായി അഭിമുഖത്തിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. മേജർ രവിക്ക് തൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത്. ഈ സംഭവത്തിന് തുടക്കമിട്ടുകൊണ്ട് മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ വന്ന് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? വിസ്മയയ്ക്ക് വിവരമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഡൽഹിയിലെ വിദ്യാർത്ഥികളെ മൊത്തത്തിൽ അദ്ദേഹം അപമാനിച്ചു. സമരത്തിന് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ആണെന്നും വിദ്യാർത്ഥികൾക്ക് നീറ്റിൻ്റെയോ CBSEയുടെയോ പൂർണ്ണ രൂപം പോലും അറിയില്ലെന്നും അദ്ദേഹം തട്ടിവിട്ടു. അവിടെ സൗജന്യമായി കിട്ടുന്ന ബിരിയാണിക്കും മദ്യത്തിനും വേണ്ടിയാണ് വിദ്യാർത്ഥികൾ പോകുന്നതെന്നും, എന്തിനേറെ പറയുന്നു, പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചൂക്കിന് വരെ വിദേശത്ത് നിന്ന് കോടികൾ വരുന്നുണ്ടെന്നും യാതൊരു തെളിവുമില്ലാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്നാൽ
ഇതിന് വിസ്മയോ മോഹൻലാലോ മറുപടി കൊടുക്കേണ്ടി വന്നില്ല. തിരുവനന്തപുരത്തുകാരിയായ മാളവിക ആർ തിക്കാടൻ എന്നൊരു +2 വിദ്യാർത്ഥിനിയാണ് മേജർക്ക് 8ൻ്റെ പണി കൊടുത്തത്. 5 ദിവസത്തിനകം വീഡിയോ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട പെൺകുട്ടി അയച്ച വക്കീൽ നോട്ടീസിന് മുന്നിൽ മേജർ ശരിക്കും വിയർത്തു. സംവിധായകൻ ആഷിഖ് അബു ഉൾപ്പെടെയുള്ളവർ കൂടി രംഗത്ത് വന്നതോടെ വലിയ വായിൽ സംസാരിച്ച മേജർ രവി പൂർണ്ണമായും സൈലൻ്റായി. ഒരു +2 വിദ്യാർത്ഥിനിയുടെ മുന്നിൽ പോലും ഉത്തരമുട്ടിപ്പോയ ആളാണ് വ്യക്തമായ നിലപാടുള്ള വിസ്മയെ വിവരമില്ലാത്ത കുട്ടി എന്ന് മുദ്രകുത്താൻ പോയത് എന്നത് മറ്റൊരു വലിയ തമാശ. ഈ വക്കീൽ നോട്ടീസും നാണക്കേടും ഒരു ചെറിയ ട്രെയിലർ മാത്രമായിരുന്നു. മേജർ രവിക്ക് കിട്ടിയ യഥാർത്ഥ പ്രഹരത്തിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ചരിത്രം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. കീർത്തി ചക്ര എന്ന വമ്പൻ ഹിറ്റിലൂടെ വരവറിയിച്ച അദ്ദേഹം പിന്നീട് കുരുക്ഷേത്ര, കാണ്ഡഹാർ എന്നിങ്ങനെ ഒരേ അച്ചിലിറക്കിയ സിനിമകളിലൂടെ സ്വന്തം ഗ്രാഫ് താഴോട്ടാക്കി. അവസാന ചിത്രമായ 1971 ബിയോണ്ട് ദ ബോർഡർ തിയേറ്ററുകളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതോടെ പ്രേക്ഷകർ ആ പഴയ ഫോർമുലയെയും മേജർ മഹാദേവനെയും പൂർണ്ണമായും കൈവിട്ടു. അങ്ങനെ 10 വർഷത്തോളം സിനിമാ രംഗത്തു നിന്ന് തുളച്ചു മാറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ആ വലിയ ഗ്യാപ്പിന് ശേഷം തൻ്റെ കരിയർ തിരിച്ചു പിടിക്കാൻ മേജർ രവി കണ്ടെത്തിയ ഏക കച്ചിത്തുരുമ്പായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അഥവാ പഹൽഗാം എന്ന പ്രോജക്റ്റ്. ജമ്മു കശ്മീരിൽ നടന്ന യഥാർത്ഥ ഓപ്പറേഷനെ അടിസ്ഥാനമാക്കി മോഹൻലാലിനെ വീണ്ടും മേജർ മഹാദേവനായി അവതരിപ്പിക്കുന്ന ഈ വമ്പൻ പ്രോജക്റ്റിൻ്റെ പൂജ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വച്ച് അതിഗംഭീരമായി അദ്ദേഹം നടത്തുകയും ചെയ്തു. മോഹൻലാൽ വീണ്ടും ഈ പഴയ ഫോർമുലയിലേക്ക് പോകരുതെന്ന് ആരാധകർ ഒന്നടങ്കം പറഞ്ഞിട്ടും വകവയ്ക്കാതെയാണ് മേജർ വലിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ സ്വന്തം മകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്താണ് മോഹൻലാലിൻ്റെ സ്റ്റാൻഡ്? അവിടെയാണ് സാക്ഷാൽ മോഹൻലാൽ തൻ്റെ മാസ്റ്റർ ബ്രെയിൻ പുറത്തെടുത്തത്. ഒരു വാക്ക് പോലും പരസ്യമായി പറയാതെ യാതൊരു ബഹളവുമില്ലാതെ മോഹൻലാൽ മേജർ രവിക്ക് ഒരു കിടിലൻ പണി കൊടുത്തിരിക്കുകയാണ്. ആ വമ്പൻ പ്രോജക്റ്റിൽ നിന്നും തൽക്കാലത്തേക്ക് മോഹൻലാൽ പിന്മാറി എന്നുള്ളതാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ. ഡേറ്റ് പ്രശ്നങ്ങൾ മൂലമാണ് പിന്മാറ്റമെന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം വിസ്മയയുടെ വിഷയത്തിൽ മേജർ രവി നടത്തിയ അനാവശ്യ ഇടപെടൽ തന്നെയാണെന്നാണ് സിനിമാ ലോകത്തെ പാട്ടുവർത്തമാനം. തൻ്റെ മകളുടെ ധീരമായ നിലപാടുകളെയും വ്യക്തിത്വത്തെയും പരസ്യമായി അപഹസിക്കുകയും അവൾക്ക് യാതൊരു അറിവുമില്ലെന്ന് സമൂഹത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളോട് മോഹൻലാലിന് തോന്നിയ സ്വാഭാവികമായ അകൽച്ച തന്നെയാണ് ഇതിന് കാരണം. വിസ്മയയുടെ അതൃപ്തി തന്നെയാണ് മേജർ രവിയുടെ ആ വമ്പൻ സിനിമയുടെ പതനത്തിന് വഴി തെളിയിച്ചത്. തൻ്റെ മകളുടെ മേൽ ആരും രക്ഷകർത്താവായി വരേണ്ടതില്ലെന്ന അച്ഛനും തനിക്കൊരു വ്യക്തമായ നിലപാടുണ്ടെന്നും മകളും ഒരുമിച്ച് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ. ചുരുക്കത്തിൽ സ്വന്തം കരിയർ രക്ഷിക്കാൻ കിട്ടിയ അവസാനത്തെ പിടിവള്ളിയായ ആ വമ്പൻ പ്രോജക്റ്റ് നഷ്ടപ്പെട്ട് മോഹൻലാലിൻ്റെ പ്രീതിയും ഇല്ലാതെ സിനിമാ ലോകത്തിൻ്റെ ഇടനാഴികളിൽ ഒരു ഗതികെട്ട പ്രേതം പോലെ അലയുകയാണ് മേജർ രവി ഇപ്പോൾ. അനാവശ്യമായി പ്രായപൂർത്തിയായ ഒരാളുടെ രക്ഷകർത്താവാകാൻ പോയാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. വിസ്മയയുടെ ഈ അഭിമുഖം പുറത്തു വന്നതോടെ BJP പ്രവർത്തകരും മേജർ രവിയും പൊതുസമൂഹത്തിന് മുന്നിൽ ശരിക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലായി. പെൺകുട്ടികളുടെ നിശബ്ദതയ്ക്ക് ചിലപ്പോൾ കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയുണ്ടാകുമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായി വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. എന്തായാലും പുറത്തു വന്ന വിസ്മയയുടെ ഈ അഭിമുഖത്തിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ചിലർക്ക് ഈ കേരളം പുല്ല് വില പോലും നൽകുന്നില്ല എന്ന നഗ്ന സത്യം.